നീയെ കാണാത്തതുകൊണ്ട് തന്നെ അവന് വലിയ ആശ്വാസമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ദൈവമേ, ഇനി ഇന്നലെ വീണ് വല്ലതും പറ്റിയോ? എങ്കിലും നന്നായി, കുറച്ച് ദിവസം ശല്യം ഉണ്ടാവില്ലല്ലോ. എല്ലാ പ്രതീക്ഷയും തിരിച്ചുകൊണ്ട് വൈകിട്ട് അവൾ കയറി വരുന്നത് കണ്ട് അവൻ പേടിച്ചു. കുരുപ്പ്, എങ്ങനെ ഇത് ഇങ്ങോട്ട് വന്നു? റോഡിൽ കണ്ട പരിചയം പോലും കാണിക്കാതെ താൻ ടിക്കറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തു. ആ ഉണ്ടക്കണ്ണും വെച്ച് അവൾ എന്നെ തുറച്ചു നോക്കിയെങ്കിലും ഞാനത് മൈൻഡ് ചെയ്തില്ല. എങ്കിലും ഓരോ സ്റ്റെപ്പ് അവളടുത്ത് സൂക്ഷിച്ചു വെക്കാൻ എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ നോട്ടം കൂടുതലും താഴെയായിരുന്നു. അപ്പോഴേക്കും ആ പിശാച് എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് തള്ളി താഴെയിട്ട് എന്നെ നോക്കി നല്ല ആടാറ് ഇല്ലങ്ങ് തന്നു. ഉള്ള കാശുമലും താഴെ കിടക്കുന്നത് കണ്ട് ഞാൻ കലിപ്പിലോടെ നോക്കിയതും അവള് പുരുക്കം പൊക്കി എങ്ങനെയുണ്ടെന്ന് കാണിച്ച്. ഈ നീയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, മുഴുവനോടെ കുത്തിരുന്ന് പൊറുക്കി പൊറുക്കി എടുക്കാൻ നോക്ക്. ഡേയ്, നിനക്കുള്ളത് ഞാൻ തന്നില്ലെങ്കിൽ എൻ്റെ അജ്മൽ എന്നല്ല അല്ലേ? ഞാൻ പറഞ്ഞു തീരും മുമ്പേ അവൾ പറയുന്നത് കേട്ട് അതൊരിക്കൽ പറഞ്ഞതാണെന്ന് ഓർത്ത് ഞാൻ നിന്നു. നീയെ സൈറ്റ് അടിച്ച് കാണിച്ച് ഇറങ്ങിപ്പോയതും ചിതറിക്കിടക്കുന്ന പണം കണ്ട് എൻ്റെ കണ്ണാകെ തള്ളിപ്പോയി. ഇത് മുഴുവനായിട്ട് എടുക്കുമ്പോഴേക്കും നേരം വെളുക്കുമല്ലോ. സ്റ്റാൻഡിൽ നേരത്തെ ഞാൻ കുനിഞ്ഞു നിവർന്ന് മുഴുവൻ പെറുക്കിയെടുത്ത് അതനുസരിച്ച് അവൾക്ക് കൊടുക്കാനുള്ള പണിയും കൂടുതലായി ആലോചിച്ചു. നീ എന്താടാ ആദ്യമായിട്ടൊന്നുമല്ല ഈ പണിക്ക് നിൽക്കുന്നത്? എല്ലാവരുടെയും മുന്നിൽ വീഴുന്നു. ഇപ്പതേ കയ്യിലുള്ള കാശ് മുഴുവൻ തറയി കിടക്കുന്നു. തനിക്ക് എന്താടോ പറ്റിയത്? എപ്പോൾ ഈ ബസ്സിൽ ഞാൻ കയറിയോ അന്ന് കണ്ടതാ ഞാൻ ആ കുട്ടിപ്പിശാച്ചിനെ. അവിടെ ഞാൻ വെറുതെ വിടാനൊന്നും പോണില്ല. ഇന്നാണ് ഞാൻ ആറ്റുനോറ്റ് കാത്തിരുന്ന ദിവസം. അതെ, ഞങ്ങളെ സെൻഡ് ഓഫ് ആയിന്ന്. തട്ടിക്കൂട്ടി കുളി കുളിക്കുന്ന നീയ ഇന്ന് നല്ല വൃത്തിയായി കുളിച്ച് വാങ്ങി വെച്ച ഡ്രസ്സ് എടുത്തിട്ട് സ്വന്തം കണ്ണാടി വന്ന് നിന്നപ്പോ കോരിത്തരിച്ചു പോയി. ഞാൻ ഇത്രയ്ക്ക് മൊഞ്ചൊക്കെ ഉണ്ടല്ലേ? ആത്മവിശ്വാസം ഒന്നുകൂടി കൂടി കിട്ടാനേ നേരെ താഴേക്ക് ചെന്നു. എന്റെ പടച്ചോനെ, ഇതെന്ത് കോല! ഇതാണോ നീ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപയും വാങ്ങി പോയത്? അവളെ കണ്ടപാടെ പാപ്പച്ചിയുടെ പ്രതികരണം കേട്ട് കയറ്റി വിട്ട ആത്മവിശ്വാസമൊക്കെ പോയിന്നേ. ഇതാണിന്റെ കോലാണോ അതോ പെണ്ണിന്റെയോ? ഇങ്ങനെയാണോ നീ പോകുന്നത്? ഉമ്മച്ചി കൂടി അത് പറഞ്ഞപ്പോൾ തൃപ്തിയായി. പണ്ടാറം വരേണ്ടിയിരുന്നില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും അതിന് സൗന്ദര്യബോധമുണ്ടോ, കലാബോധമുണ്ടോ? നിങ്ങളെ മോളായി ഞാൻ എങ്ങനെ ജനിച്ചെന്ന എന്റെ സംശയം. ഡേയ്, വേണ്ടാത്ത പറഞ്ഞാലുണ്ടല്ലോ. നീ ഞങ്ങളെ മോളായതുകൊണ്ടാ നിന്നെ തല്ലി കൊല്ലാതെ നിൽക്കുന്നത്. വേറെ വല്ലൊരു ആണെങ്കിൽ കാണായിരുന്നു. എൻ്റെ ഉമ്മച്ചി, നിങ്ങളിങ്ങനെ ചൂടാവില്ലേ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഞാനേ നല്ലൊരു കാര്യത്തിനാ പോകുന്നേ. ബാക്കി വന്നിട്ട് സംസാരിക്കാം. രണ്ടാളെ സോപ്പിട്ട് കവളിലൊരു ഉമ്മയും കൊടുത്ത് ഞാൻ ഒന്നുകൂടി കണ്ണടക്ക് മുന്നിൽ ചെന്ന് നോക്കി. മോളെ, വേണേ ഞാൻ കൊണ്ടുവിടാട്ടോ. വേണ്ട പാപ്പച്ചി, നിങ്ങൾ ആ തൂക്കട വണ്ടിയിൽ കയറിയ എൻ്റെ ഡ്രസ്സൊക്കെ ചുളിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. ചേട്ടൻ ഞമ്മഞ്ഞ് നെളിയാനല്ലേ? നിനക്ക് അസൂയ. ദേ ഉമ്മച്ചി, ഈ ബാപ്പച്ചി ഒന്ന് സൂക്ഷിച്ചോട്ടോ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്ന് എന്താ പറഞ്ഞെന്ന് അറിയോ? ഏട്ടനാണെന്ന്. ഈ പ്രായത്തിൽ കയ്യിലിപ്പ് ഇങ്ങനെയാണെങ്കിലേ നല്ല കാലം എങ്ങനെയാണാവോ? ദേ മനുഷ്യ, നിങ്ങളെന്തിനാ അങ്ങനെ പറഞ്ഞത്? അതവരങ്ങനെയാണ് കരുതി വെച്ചത്. ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു തന്നേ ഉള്ളൂ. രണ്ടാളും തല്ലുകൂടുന്നത് കണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിറങ്ങി. ഇടയ്ക്ക് ബാപ്പച്ചിയുടെ പൈസ അടിച്ചു മാറ്റാനും പറഞ്ഞില്ല കേട്ടോ. എന്നാ പിന്നെ പോട്ടെ ചേട്ടാ. എടീ, നീ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? ബാപ്പച്ചി ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് എന്നെ നോക്കി പറഞ്ഞെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ബസ് വരുന്നത് നോക്കി നിന്നു. ഒപ്പം കുറച്ച് സെൽഫിയും. ബാക്കി അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ ഗ്യാലറി നിറയും. സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കരുത്, ചുളി വന്നാൽ കാണാൻ കൊള്ളില്ല. ഞാൻ അതും കണക്ക് കൂട്ടി ബസ് വന്നപ്പോൾ തന്നെ കയറി. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. തൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ സൂക്ഷിക്കണമല്ലോ. മുമ്പിൽ ഇത്തിരി പോന്നൊരു ചെക്കനെ ബോട്ടിലുമായി നിൽക്കുന്നത് കണ്ട് ഞാനവനെ പിടിച്ചു മാറ്റി. ഡേ ചെക്ക, അതുകൊണ്ട് പിന്നിലെങ്ങാനും പോയി നിൽക്ക്. നീ പൊടി, നീ വേണമെങ്കിൽ പിറകെ പോയിക്കോ. നമ്മൾ ആ കൂട്ടിന് അടിപിടി ഒന്ന് നോക്കി മാറി നിന്നു. മുന്നിൽ ഷെമിയെ കണ്ടപ്പോൾ അവൾ അടുത്തുനിന്ന് തോണ്ടി വിളിച്ചു. അല്ല, നീ എന്താണ് സീറ്റ് ഉണ്ടായിട്ട് ഇരിക്കാതെ? അത് പിന്നെ നിന്നെ ഒറ്റക്ക് നിർത്തണമെന്ന് കരുതി. ഓ, എപ്പം മുതലാടി നിനക്ക് ഈ മനമാറ്റം വന്നത്? ഈ വേഷിച്ചപ്പോഴല്ലേ? അതിനവളെ തലകുലി കിളിച്ചു തന്നു. ടിക്കറ്റ് ഒന്നും മൂവില്ല. അവൻ വന്നപ്പോൾ ടിക്കറ്റ് എടുത്ത് അവനെ തന്നെ നോക്കിയിരുന്നു. അവനും എന്നെ തുറച്ചു നോക്കിയതും ഞാൻ നോട്ടം മാറ്റി. നീ ഒന്ന് എനിക്ക് തന്ന പണി കിട്ടിയപ്പോൾ മുതൽ നിന്നെ ഒന്ന് കാണാൻ നിൽക്കായിരുന്നു ഞാൻ. അവൻ പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിക്കൊണ്ട് നോക്കിയതും അതിനുള്ള പണി എനിക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു. എൻ്റെ ഡ്രസ്സാകെ മഷി കണ്ടതും ഞാൻ ഞെട്ടിക്കൊണ്ട് ആ കുരുട്ടിനെ നോക്കി. ഞാനല്ല, ആ ഇക്കയാ. ചെക്കൻ ചൂണ്ടിക്കാണിച്ച് ഇക്കാക്ക് ഒരങ്ങനാണെന്ന് കണ്ടതും ഒരു തോക്ക് കിട്ടിയിരുന്നെങ്കിൽ 5-6 പേടിയുണ്ട് ആ നെഞ്ച് നോക്കി വെക്കായിരുന്നു നമ്മൾ വിചാരിച്ചത്. ലെവനാണെങ്കിൽ പുരികം പൊക്കി കാണിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു നിൽക്കുക. ഇതിന് പകരം കിട്ടാതെ ഞാനിനി വീട്ടിലേക്ക് പോവില്ലെന്നും അപ്പം തന്നെ തീരുമാനിച്ചു. എന്നാലും സ്വയം നോക്കി പൊട്ടിക്കരയാനാ തോന്നിയത്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. സെൽഫി, ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം നശിപ്പിച്ചു തെണ്ടി നിന്ന് ചിരിക്കുന്നത് കണ്ട് ഞാൻ ആ കുട്ടിനെ വീണ്ടും നോക്കി.
അവനാണെങ്കിൽ എൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ പിന്നിലേക്ക് വലിഞ്ഞു. ഇഞ്ചി കഴിച്ച കുരങ്ങനെ പോലുള്ള എൻ്റെ നിൽപ്പ് കണ്ട് ഷെമി നല്ലോണം ചിരിക്കുന്നുണ്ട്. ഇവൾക്കിട്ടൊരു പണി കൊടുത്താലോ, എന്നിട്ട് മതി ആ തണ്ടിക്ക്. ഞാനോ നനഞ്ഞു. ഇനി കൂടുതലുള്ളതിനെ കൂടി മുക്കി കുളിപ്പിച്ചാലല്ലാതെ സമാധാനം കിട്ടില്ല. ബസ്സിൽ നിന്നും അവനെ നല്ലോണം നോക്കിയാണ് ഇറങ്ങിയത്. മുന്നിലുള്ള ഫാൻസി കണ്ട് ഷെമിയെയും കൊണ്ട് അകത്തേക്ക് കയറി. കളർ പൊടി എടുത്ത് അവളെ നന്നായിട്ടൊന്ന് നോക്കി. ഹാപ്പി ഓളി എന്ന് പറഞ്ഞവൾ അതിൽ മുക്കിയെടുത്തു. പല്ലും കടിച്ച് അവൾ എന്നെ നോക്കി. നീ ഇങ്ങനെ സുന്ദരിയായിട്ടും ഞാൻ ഒരുപാട് വൃത്തികെട്ട കോലമായി പോകുന്നത് ശരിയാണ് മോളെ? എന്നാലും എന്നോട് വേണ്ടായിരുന്നു. നീയേ എന്നെ നോക്കി ചിരിച്ചപ്പോ പ്ലാൻ ചെയ്താ, അല്ലെങ്കിൽ ഇളവ് തന്നേനെ. അവളുടെ കയ്യും പിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നതും തന്നെ നോക്കി കാലത്ത് തന്നെ ഇവരിതേത് അടുപ്പിൽ നിന്നാണ് ഏറ്റ് വരികയാണെന്ന് പോലെ എല്ലാവരും നോക്കുന്നുണ്ട്. നമ്മളെ കൺമുന്നിൽ വെച്ച് അവരൊക്കെ പൊളിക്കാൻ പാടില്ലല്ലോ. പണി തുടങ്ങിക്കോ. ക്ലാസ്സിൽ കയറി എല്ലാത്തിനും ഞങ്ങളെ കോലം കൊടുത്തവിടെ സമാധാനമായത്. എന്നാലും ഇത് തുടങ്ങി വെച്ചിട്ട് ചത്താലും മറക്കില്ല ഞങ്ങള്. കോലം ദയനീയമായോണ്ട് ഫുഡൊക്കെ പാർസൽ വാങ്ങി കഴിച്ചു. പാട്ടും ഡാൻസും കെട്ടിപ്പിടിക്കലും കരച്ചിലും പിടിച്ചിലൊക്കെ കഴിഞ്ഞു. ഭൂതം പോലുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫി എടുത്ത് ആ ചടങ്ങ് പൂർത്തിയാക്കി. 2 ദിവസം കഴിഞ്ഞ എക്സാമാണ്. എന്നാലും കരഞ്ഞ് സീനാക്കി നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്നു. അപ്പോഴാണ് ഷെമിനെ തോന്നിയത്. എടി, ഈ കോലത്തിൽ ബസ്സിൽ കയറി എല്ലാവരുടെയും നോട്ടം നമ്മളിലാവും. ഓട്ടോ പിടിച്ച് പോയാലോ? നിനക്കിത് ഇങ്ങോട്ട് വരുമ്പോൾ പറയായിരുന്നെങ്കിൽ നമ്മൾ ഈ കോലത്തിലാവില്ലല്ലോ. അല്ലെങ്കിൽ എൻ്റെ ബാബച്ചി മാന്യമായ രീതിയിൽ ചോദിച്ചതാ, ഞാൻ കൊണ്ടുവിടണോ മോളേന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, ഡ്രസ്സ് ചുളിയോന്നു. എന്നിട്ട് ഒട്ടും ചുളിഞ്ഞില്ല കേട്ടോ. ശവത്തിൽ കുത്താത്തൊരു തെണ്ടി. ബസ് വന്നത് ഞാൻ ആദ്യം കയറി. കയറുമ്പോൾ തന്നെ അജ്മൽ ചേട്ടനെയാണ് നോക്കിയത്. ഞങ്ങളെ രണ്ടിനെയും കോലം കണ്ട് ബസ്സിലുള്ള മുഴുവൻ ആളുകളും ഞങ്ങളെ തന്നെയാണ് നോക്കുന്നത്. കണ്ണും തള്ളിയ കുരുപ്പ് നിൽക്കുന്നത് കണ്ട് ഞാൻ നന്നായി ഇടിച്ചു കൊടുത്തു. കൈ നിടുന്നതിന് ലെവൻ്റെ അല്ലേ? ഞാൻ ആദ്യം കരുതിയതേ 2 ഭൂതങ്ങളാണെന്നാ. പിന്നെയല്ലേ മനസ്സിലായത് കാലത്ത് കയറിപ്പോയ തെണ്ടികളാണെന്ന്. അവൻ ടിക്കറ്റ് മുറിച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞതും ഉള്ളംകാലം മുതൽ പെരുത്ത് കയറിയ ദേഷ്യം തലച്ചോറ് വരെ എത്തി. അപ്പൊ തന്നെ കയ്യിൽ കരുതിയ പൊടിയെടുത്ത് അവന്റെ ദേഹത്ത് പരത്തി വിട്ട് നന്നായി ഊതിക്കൊടുത്ത് അവനെ സാക്ഷാൽ ഭൂതമാക്കി മാറ്റിയപ്പോഴാ സമാധാനമായതേ. 3ാമത്തെ ഭൂതത്തെ കാണണമെങ്കിലേ കണ്ണാടി പോയി നോക്കണു. എടീ, നിന്നെ ഞാൻ... അതും പറഞ്ഞവൻ നീയേക്ക് നേരെ വന്നതും പടച്ചോനെന്ന് വിളിച്ച് ഷെമിയെ മുന്നിൽ പിടിച്ചു നിർത്തി നീയെ പിന്നിലേക്ക് വിളിച്ചു. നീ എന്താടേ കരുതി എന്നെ ഈ കോലത്തിലാക്കി നിനക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നു? ഞാൻ ആരാന്ന് അറിയാൻ പോകുന്നേ ഉള്ളൂ. നീ അവനെന്നെ കൊല്ലാനെന്ന പോലെ നീങ്ങി വന്നതും അതിന് കണക്കായി ഞാൻ ഷെമിയെ പിടിച്ച് തിരിച്ചും മറിച്ചും എന്റെ മുന്നിൽ തടസ്സായി നിർത്തി. നീയല്ലേ പോകും എന്റെ ദേഹത്തേക്ക് മഷി ഒഴിച്ചത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നീ എന്താ കരുതി എന്നെ ചെയ്താൽ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു? പക അത് വീട്ടാനുള്ളതാന്ന് അറിയില്ല നിനക്ക്? അറിയാടി, ഇതിനുള്ളത് വാങ്ങാനേ നീ റെഡി ആയിക്കോ. അപ്പോഴും ഈ ഡയലോഗ് തന്നെ ഉണ്ടാവണം കേട്ടോ. അവന്റെ കോലവും പെർഫോമൻസും കണ്ട് എല്ലാവരും തന്നെയാണ് നോക്കി നിൽക്കുന്നതെന്ന് കണ്ട അവൻ ഒന്നടങ്ങി. അല്ലെങ്കിൽ എന്റെ മയ്യത്തെടുത്തേനെ അവൻ. അവനെന്നെ തുറച്ചു നോക്കി പിന്നിപ്പോയി നിന്നതും ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. കിളിയോട് കാര്യമായി എന്തോ പറയുന്നുണ്ട്. ഈ പറ്റകളെല്ലാം എന്നെ കൊലവടി നടത്തുന്ന മുമ്പ് വീടെത്തണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഇത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ എന്തിനാ ഈ പണിക്ക് പോയത്? മനുഷ്യനോട് പേടി ചാവാനായി. ഞാൻ പ്രാർത്ഥനയ്ക്കായി നിൽക്കുമ്പോഴാണ് ഷെമി എന്നെ നോക്കി പറഞ്ഞത്, നിനക്കെന്തിനാ പേടി? ജീവിയുടെ നീ എന്നെയല്ലേ പിടിച്ച് അവനെ മുന്നിൽ നിർത്തി. എന്നെ എങ്ങനെ അവൻ തല്ലിയിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോടെ കാണില്ല. ഞാനും നിന്നെ തല്ലെന്ന് എനിക്ക് ഉറപ്പാ. ഇതിൽ നിന്ന് ഇറങ്ങി കിട്ടിയാലേ സമാധാനം കിട്ടൂ. ഞാൻ നഖം കടിച്ച് പിന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ അവന്റെ കോലം കണ്ട് എനിക്ക് അതിനേക്കാൾ ചിരിയാ വരുന്നത്. ഇറങ്ങാനായതും അവൻ മുന്നിലെ സ്റ്റെപ്പിൽ വന്ന് നിന്നതും ഞാനാകെ പേടിച്ചെന്നു. ബോർഡിലെടുത്ത് മുഖമൊക്കെ കഴുകി നമ്മളെ വീണ്ടും തുറിച്ചു നോക്കുകയും ചെയ്തു. പടച്ചോനെ, പെട്ടല്ലോ, എങ്ങനെ ഇറങ്ങും? ബസ് നിർത്തിയെന്ന് കണ്ടതും ഞാൻ പിന്നിലേക്ക് ഓടി. അതുവഴിയെങ്കിൽ അവനെ നോക്കി പൂച്ചിച്ചു. അവനെന്നെ നന്നാക്കി നോക്കി പൂച്ചിച്ചു കൊണ്ട് നിന്നതും ബസ് നീങ്ങിയെന്ന് കണ്ടപ്പോഴും ആശ്വാസമായത്. നാളെ മുതൽ എക്സാമാണ്. ഉച്ചക്ക് പോയി വൈകിട്ട് വന്നാൽ മതി. ഇത്തിരി നടന്നാലും വേണ്ടില്ല, വേറെ ബസ്സിൽ പോയാൽ മതി. കണക്ക് പ്രകാരം ഇനി ഞാനാ പെടാനുള്ളത്. ഗേറ്റ് കടന്നും പുറത്തുനിന്ന് ബാബച്ചി ഏതൊരു ഓൾഡ് ഐറ്റംസിനെ നേരെയാക്കുള്ള പണിയാണ് കണ്ടത്. ഓ, ഇങ്ങൾക്ക് ഇത് തന്നെയാണ് പണി? ഹലോ, ഇന്ന് ഇതാണോ കുത്തി തുറക്കാൻ കിട്ടിയത്? ഇങ്ങക്ക് വല്ല ബാങ്കിലും പോയി ഈ പണി നടത്തിയാൽ ഒരുപാട് കാശുണ്ടാക്കാട്ടോ. അവിടെ എന്റെ കാശുണ്ട്, നീ വെറുതെ ഒരു പറഞ്ഞ് പോയേ. അതും പറഞ്ഞ് ബാബച്ചി എന്നെ നോക്കിയതും ഡമോ ഭൂതം എന്നും പറഞ്ഞ അകത്തേക്ക് ഓടി. ബാബജി, ഇത് ഞാനാ. അങ്ങനെ നിന്ന് എന്നെ തിരിഞ്ഞു നോക്കി. എന്റെ മുഖം അത്ര ക്ലിയറായി കാണുന്നില്ലെങ്കിലും പല്ല് കാണും. ഞാൻ നന്നായി ഇളിച്ചു കൊടുത്തു. ബാപ്പച്ചി ആണെങ്കിൽ അടുത്തേക്ക് നടന്നു വന്ന് എന്നെ വീണ്ടും നല്ലോണം ഒടിച്ചു നോക്കി. എന്താ ബാപ്പച്ചി, എന്നെ മനസ്സിലായില്ലേ? നിന്റെ ആ കോന്ത്രമല കണ്ടപ്പോ മനസ്സിലായി. വീണ്ടും എനിക്കിട്ട് തന്നെയാണല്ലോ താങ്ങുന്നത്. എടി, ഇതെന്ത് കോലാണ്? ഇങ്ങനെയല്ലല്ലോ നീ ഇവിടുന്ന് പോയത്. ഇതിനാണോ 13,000 രൂപയും കൊണ്ട് പോയി ഇത് വാങ്ങിയത്? ഇനി ഇത് ഇടാൻ പറ്റുമോ?
അതെങ്ങനെയാ? അതിനെ പറ്റിയൊക്കെയുള്ള ബോധമുണ്ടോ നിനക്ക്? ഉമ്മച്ചി വന്ന് എന്നോട് കലിപ്പിൽ പറഞ്ഞതും ഞാൻ തലയും താഴ്ത്തി നിന്നു. കണ്ടില്ലേ നിൽക്കുന്നത്? കണ്ടാൽ തന്നെ അറിയാം എന്തോ കള്ളത്തിന് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ കള്ളത്തിനും കണ്ടുപിടിക്കാനുള്ള പരിപാടിയൊക്കെ നിർത്തി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ആക്കിയതെന്ന് അറിയില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി അവരെയൊക്കെ എപ്പോ കാണാനാ? അതുകൊണ്ട് അവരെ ചീത്ത പറയാൻ പറ്റുമോ ബാപ്പച്ചി? ഞാൻ കരഞ്ഞു പിടിച്ച് ബാപ്പച്ചിയെ കെട്ടിപ്പിടിച്ചു. സങ്കടകാരൻ മൂപ്പര് എന്നെയും കെട്ടിപ്പിടിച്ചു. അയ്യേ, കൊച്ചു കുട്ടികളെ പോലെ നീ പോയതൊക്കെ മാറി കുളിച്ചിട്ട് വന്നേ. എന്റെ ഷർട്ടും കളറാക്കി. ബാപ്പച്ചി ഷർട്ടൊക്കെ കുളിച്ച് നമ്മളകത്തേക്ക് വിട്ടു. കുളിക്കുമ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഡ്രസ്സിൽ മാത്രമല്ല ദേഹത്തിവരായിട്ടുണ്ട്. തേച്ച് കുളിച്ച് ഉള്ള നേരവും കളഞ്ഞു. എക്സാം ആയതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് തന്ന് എന്നെ പഠിക്കാനിരുത്തി. ഞാൻ ബുക്കും തുറന്നു വെച്ചെടുത്ത് പിക്കൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. നീ പഠിക്കാനല്ലേ ഇരുന്നത്? പിന്നെന്താ കുറെ ചെകുത്തന്മാർ നിന്റെ സ്റ്റാറ്റസ് നോക്കി വന്നത്? ബാപ്പച്ചി ചോദിക്കുമ്പോഴാണ് മൂപ്പര് ഫോണിലാണെന്ന് കണ്ടത്. ഞാനൊന്ന് വിളിച്ചോണ്ട് ബുക്ക് മറിച്ച് നോക്കി. അതാണെങ്കിൽ നമ്മൾ ഈ കൊല്ലം കൂടെ കൊണ്ടു നടന്ന പരിചയമൊന്നും കാണിച്ചില്ലെന്നേ. ജീവിതത്തിൽ കാണാത്ത ഒന്നായിരുന്നു അതിലുള്ളതൊക്കെ.